അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് ചായ വെക്കുക കേട്ടോ. രാവിലെ ഫസ്റ്റത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ വെക്കലാണ്. അതിപ്പോൾ എല്ലാവരോടും അങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ കമൻറ്റ് വരും ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ട്. അതറിയാം, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ കണ്ടോ, നിഴൽ കണ്ടോ, ഇവിടെ എനിക്ക് ഇതാട്ടോ ഇവിടെ ദേഷ്യം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നിഴൽ നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വീഡിയോയ്ക്ക് ക്ലിയർ കിട്ടണില്ല. അപ്പോൾ തന്നെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. അതെന്താ, ബാക്കിൽ ബൾബ് ബാക്കിലായതുകൊണ്ടാണോ എന്താണാവോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ചായ വെച്ചു. അപ്പോൾ കുറേ പഞ്ചസാര കോരിയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. തോനെ ചായ ഉണ്ടായിരുന്നല്ലോ. ചായയൊക്കെ ചിലവാകും കേട്ടോ. ചിലപ്പോൾ ചായ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ 4 മണിക്കപ്പോൾ ചായ വെക്കില്ല, ഈ ചായനെ കുടിക്കും കേട്ടോ. അപ്പോൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയാണ് ഇപ്പോൾ ചായ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ചോണനുറുമ്പാണ്. എപ്പോൾ ചായ വെച്ചാലും ചായ ഒന്ന് ചൂടാറുമ്പോഴേക്കും അതിൽ ഉറുമ്പ് വന്നെന്ന് അറിയുകയാണ്. അങ്ങനെ 2-3 വട്ടം ചായ കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കും വേണ്ടല്ലോ. എനിക്ക് ഫ്ലാസ്കിൽ കുറച്ച് നേരമൊക്കെ വെച്ച് ചായ ഇഷ്ടമുള്ളൂ കേട്ടോ. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു മണമല്ലേ, ഫ്ലാസ്ക് ചായക്ക് ഒരു മണം ഉണ്ടാവില്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് പോവാനുള്ള വല്ല ടിപ്പും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഗുളിക കഴിക്കാൻ, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാം. ഇത് ഒന്നും കഴിക്കാതിരിക്കാനുള്ള ഇട വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്തോളാം. ഭ്രാന്ത് വരും കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മളെന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ള ഗുളികയൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. എനിക്ക് ഭയങ്കര മടിയാണ് ഗുളിക കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുളിക കഴിക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു പ്രത്യേക മടിയാട്ടയ്ക്ക്. അപ്പോൾ ഗുളിക ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ വരിക കുറേ അസുഖങ്ങളാണ്. അത് കാരണം പേടിച്ചിട്ട് ഇതെന്നും കഴിക്കുകയും ചെയ്യും കേട്ടോ. കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൈറോയിഡിനുള്ള ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചേക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ കടി ഉണ്ടാക്കുക വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആലോചിച്ചിരുന്നതിൽ ഇത്തിരി സമയം പോയിട്ടാ. കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂനാണെങ്കിൽ സ്കൂളിലേക്ക് പോകണം, 7 മണിയാകുമ്പോഴേക്കും പോകണം. പിന്നെ പിള്ളേരെ തന്നെ ഞാൻ കൊണ്ടാക്കണ്ടല്ലോ, ഋഷിക്ക് കൊണ്ടാക്കിക്കോളും. ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഇത്തിരി ലാഭമുള്ളൂ. പക്ഷേ എന്നാലും ഇന്ന് ഇത്തിരി നന്നായി വൈകിട്ടാ. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു, ഓരോന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോയി. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്യാണ്. സവാളയും തക്കാളിയും കട്ട് ചെയ്തു. പിന്നെ പൊടി വാട്ടാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമ്മുടെ ആ ദുരന്തം ഉണ്ടായത് കേട്ടോ. വയനാട്ടിലത്തെ ദുരന്തം ഉണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നേക്ക് ഒരാഴ്ചയായിട്ടുണ്ട്. ആലോചിക്കാൻ വയ്യ അതൊന്നും. കിടന്നുറങ്ങിയിരുന്ന ആൾക്കാരൊക്കെ അന്ന് കിടന്നുറങ്ങിയിട്ട് ഇന്നിപ്പോൾ ഈ ആഴ്ചയിൽ അവർ മണ്ണിൻ്റെ അടിയിലാണ് കുറേ പേര്. എന്തായാലും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ പടച്ചോൻ ക്ഷമ കൊടുക്കട്ടെ. മരിച്ചവർക്കൊക്കെ പടച്ചോൻ സ്വർഗം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുറേ മക്കളുണ്ട്, അവരൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കുറേ മക്കളുണ്ട്, എന്താ അവരൊക്കെ ചെയ്യാന്ന് അറിയില്ല. എന്തായാലും അവർക്ക് വേണ്ട നടപടികളൊക്കെ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കും. ഒരുപാട് പേര് അവരെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കുറേ പൈസ ആയിട്ടും അല്ലാണ്ടും ഒക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളതിലൊന്നും കൊടുക്കാനില്ല. നമുക്കിങ്ങനെ നമ്മുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും വേണ്ടിയിട്ടും, മരിച്ചവർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്രേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നേക്ക് ഒരാഴ്ചയായി അതിങ്ങനെ ആലോചിച്ചപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നൂൽപുട്ട് എല്ലാം ഞാനിങ്ങനെ പീച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ലേശം കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി അങ്ങോട്ട് ആക്കുകയാണ്. അപ്പോൾ കുമ്പിട്ട് നിന്നിട്ട് ആക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പുറത്ത് വെച്ചിട്ട് ആക്കിയാൽ മതി. അറാമ്പറപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ശരിക്കും നിന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു അടുപ്പത്ത് സവാള വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് നമ്മുടെ നൂൽപുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുക്കളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്ന, ആരും നോക്കണ്ട. രാവിലെ തന്നെ ആകെ തിക്കും തിരക്കായി കഴിഞ്ഞാൽ അടുക്കള ഒരു യുദ്ധം കഴിഞ്ഞ ഭൂമി പോലെ കിടക്കുക. രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി, ഉച്ചക്കലത്തുള്ള പരിപാടി. ഉച്ചയ്ക്കാവുമ്പോൾ ഇത്രയൊന്നും അലങ്കോലമായി കിടക്കില്ല കേട്ടോ. അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്നും എടുത്തോടത്തൊന്നും കൊണ്ടുപോയി വെക്കാനുള്ള നേരം കിട്ടില്ല. പിള്ളേർ അങ്ങോട്ട് പോയാലാണ് പിന്നെ അതിൻ്റെ സമയം കിട്ടുള്ളൂ. ഒക്കെ രാവിലെ തന്നെ ഒരാൾക്ക് 8:30-ക്ക് പോകണം, ഒരാൾക്ക് കാലത്ത് 7 മണിക്ക് പോകണം, പിള്ളേർക്ക് കാലത്ത് 6:45 മദ്രസയിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവരെന്നെ മദ്രസയിലേക്കൊക്കെ ഞാൻ പറഞ്ഞയച്ചിട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
ആച്ചുട്ടനെയും ഇഷമോളേനൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുവിനെ വിളിച്ചുണർത്തിയതും അവനെ കുളിച്ചതും ഒക്കെ. അപ്പോൾ അവൻ്റെ കാലുമ്മ മുറിയായ കാരണം ഇന്നലെ ഞാൻ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്തു, കൊണ്ടുവരാൻ പോവുകയും ചെയ്തു കേട്ടോ. കാലിൻ്റെ തുമ്പത്താണ്, വിരലിൻ്റെ തുമ്പത്ത്, നമ്മുടെ തള്ളവിരലില്ലേ, തള്ളവിരലിൻ്റെ തുമ്പത്ത് നല്ല മുറിയുണ്ട് കേട്ടോ. പിന്നെ ഗുളികപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ഇന്നലെ രാവിലെ മിഞ്ഞാന്ന് വെട്ടിയതല്ലേ, അപ്പോൾ ഇന്നലെ രാവിലേക്ക് അതിങ്ങനെ വലിഞ്ഞപ്പോൾ അവന് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇന്നേക്കൊക്കെ കുറവായിട്ട്, ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ സൈക്കിളുമില്ല പോയിരിക്കണത്. മാറിയില്ല, കുറഞ്ഞു, മാറിയിട്ടൊന്നുമില്ല, കുറഞ്ഞു, നല്ല കുറവുണ്ട്. അപ്പോൾ ഈ ഓട്ടം പാച്ചിൽ ഇത്തിരി സ്പീഡ് കൂട്ടിയിരുന്നല്ലോ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടി പായുകയായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇന്ന് ആകെ ഒരു വെപ്രാളം പിടിച്ചൊരു ദിവസമായിരുന്നു. അത് കുറച്ച് നേരമായി ഇരുന്നതിൽ പോയത കാര്യം. ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പിള്ളേർ പോയപ്പോൾ, മദ്രസയിലേക്ക് പോയപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പോയി. അതിലാകെ പെട്ടു. പിന്നെ കുഞ്ഞെണീറ്റ് വന്നപ്പോൾ പിന്നെ ആകെ എനിക്ക് വെപ്രാളമായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചെയ്ത് എന്തായാലും അവന് 7:20 ആകുമ്പോഴേക്കും അവൻ പോയിട്ട് 7:15 ആകുമ്പോഴേക്കും അവനെ ഞാൻ വിട്ടു. പിന്നെ എന്താ പറയുക, പിന്നെ ആയത്തിൽ ചെയ്താൽ മതിയല്ലോ. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയൊക്കെ ആയം പോലെ ചെയ്താൽ മതി. രാവിലെ മാത്രം അത്ര തിരക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്. കറിയിൽ ഞാൻ കുറച്ച് നാളികേരം ആദ്യം വിചാരിച്ചത് തേങ്ങ അരച്ചൊഴിക്കണില്ല എന്നാണ്. പിന്നെ നോക്കിയപ്പോൾ കറി തികയില്ല തോന്നി. അപ്പോൾ പിന്നെ ഇവർക്കാണെങ്കിൽ നല്ല കറി വേണം. കറി നൂൽപുട്ടിലേക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല. എനിക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമാട്ടോ. പക്ഷെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് നമ്മൾ നൂൽപുട്ട് കഴിച്ച് കഴിഞ്ഞാൽ കോഴി കഞ്ചാവ് അടിച്ച പോലെ എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഒരു സുഖം ഉണ്ടാവില്ല, കിടക്കാൻ തോന്നുള്ളൂ. നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു തലയ്ക്ക് മത്ത് പിടിച്ച പോലെ ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുക വെച്ചാലും ഇവർക്ക് തോനെ വേണം, കറിയൊക്കെ നന്നായി വേണം. അപ്പോൾ ഞാനിതാ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും 2-3 പാത്രത്തിലാക്കിയിട്ട് കുറച്ച് കറിയും കൂടി ആക്കിയിട്ട് അതും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ കറി എന്താ പറയുക, വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ 20 രൂപ കൊടുത്തിട്ട് 20 രൂപയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും. നല്ല അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് 20 രൂപയ്ക്ക് ചോറ് കിട്ടും. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ അങ്ങനെ ചായക്ക് കടി കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചോറിഞ്ഞു. അപ്പോൾ ഇന്നത് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞപ്പോൾ 20 രൂപ കൊടുത്തു. അപ്പോൾ ചോറിനാ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവന് ചായയൊക്കെ കൊടുത്ത് അവ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അവൻ്റെ പാത്രത്തിലും ആക്കി കൊടുത്തപ്പോഴാണ് വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ചായ കുടിക്കാണ്ട് ഇങ്ങനെ ഇഷ്ടടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്താ വെച്ചാൽ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വയറ് കാളിച്ചയാണ്. ഭയങ്കരമായിട്ട് വയറ് കാളും. അതിപ്പോൾ നമ്മുടെ ഇതിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണോ, എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കരമായിട്ട് വയറ് കാണും നമുക്ക്. അപ്പോൾ രാവിലെ ഒരു പാലൊഴിച്ച് ചായ കുടിക്കുകയാണെങ്കിൽ നല്ല ഉഷാറാവും കേട്ടോ. പക്ഷെ കട്ടൻ ചായ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ നമ്മൾ ചായയും കടിയും കൂടി കഴിക്കണം. ചായയും കടിയാണെങ്കിൽ എനിക്ക് രാവിലെ കഴിക്കുന്നത് ഇഷ്ടമല്ല, ഇത്തിരി നേരത്തെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനൊക്കെ ആക്കി കൊടുത്ത് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനിരുന്ന് ചായ കുടിക്കട്ടോ. ആസ്വദിച്ച് കുടിക്കാം. നല്ല വയറുകാളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവനങ്ങനെ ചായ അവന് പോകുമ്പോൾ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ഉമ്മറത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവൻ പോകുമ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ അവരങ്ങനെ പോയി, സ്കൂളിൽ പോയി. ഇവൻ്റെ സ്കൂളിലൊക്കെ ക്യാമ്പായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിലും ഒക്കെ ഉള്ളവരേനൊക്കെ ഇവരുടെ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച വൈകിട്ടാണ് എല്ലാവരും ക്യാമ്പൊക്കെ അവസാനിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്കൊക്കെ പോയത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിള്ളേർ ആച്ചുട്ടനും മദ്രസയിൽ നിന്ന് വന്നിട്ടില്ല, ഇഷമോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എന്താ പറയുക, ഉണ്ടാക്കിയ പാത്രങ്ങളും കൊടുത്ത പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പാത്രങ്ങൾ, സിങ്ക് നിറച്ച് പാത്രം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഇവിടെ പാത്രം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് വേണം പാത്രം എടുത്തേക്കണമെങ്കിൽ. അത് കാരണം ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ ആകുമ്പോൾ വാഴാനിയിലാവുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കൊട്ടയിലേക്ക് പറക്കിയിട്ടിട്ട് അടുക്കളയിൽ പോയിട്ട് ഒതുക്കി വയ്ക്കണം. ഇവിടെ പിന്നെ ഇങ്ങനെയാണ്, നമ്മൾ ബാക്കിലല്ലേ നമ്മുടെ സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് വെക്കണം. അല്ലെങ്കിൽ പിന്നെ മേശയമ്മ ഞാൻ കമഴ്ത്തി വെച്ചിട്ട് വെള്ളം പോയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും കേട്ടോ. കുറച്ച് വലിയ പാത്രങ്ങൾ അവിടെ മേശയുടെ അടിയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ കുറച്ച് ഇവിടെ നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയൊക്കെ എല്ലായിടത്തും കൊണ്ടുവയ്ക്കും. പിന്നെ അടുക്കളയിൽ പണികൾ എടുക്കുമ്പോൾ ഓരോ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരണം. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എപ്പോഴും ആ സ്റ്റെപ്പ് ഇങ്ങോട്ടും കയറി ഇറങ്ങണം. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കട്ടിംഗ് ബോർഡൊക്കെ കഴുകി വെച്ചു. ഈ കട്ടിംഗ് ബോർഡിന് എന്താ പ്രശ്നം വെച്ചാൽ ഇത് കഴുകിയിട്ടില്ലെങ്കിൽ വേഗം ഇങ്ങനെ കരിമ്പൻ കുത്ത് പോലെ കറുത്ത കുത്ത് വരിക കേട്ടോ. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വയ്ക്കും. അല്ലെങ്കിൽ എന്തോ ഒരു കളറൊക്കെ പോലെ തോന്നുകയാണ്.
ഇപ്പോൾ കളറൊന്നും ആയിട്ടില്ല. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഞാനത് കമ്പിച്ചകിരിയൊക്കെ വെച്ചിട്ട് ഉരച്ച് കളഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാട്ടോ അപ്പോൾ. അങ്ങനെ നമ്മുടെ എല്ലാ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് സിങ്കും കൂടിയും കഴുകിയാൽ നമ്മുടെ പരിപാടി അവസാനിച്ചു കേട്ടോ. അതും കൂടി അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ താഴെയൊക്കെ വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. താഴത്തൊക്കെ വെള്ളം പോകും നമ്മളിവിടെ പാത്രം കഴുകുമ്പോൾ. ഇനി അതൊക്കെ തുടയ്ക്കണം. അതൊക്കെ തുടച്ച് വൃത്തിയായി. പിന്നെ എപ്പോഴും പാത്രം കഴുകാനൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും പാത്രം കഴുകാനുണ്ടാവും. കുട്ടികളില്ലാത്തപ്പോൾ ഇങ്ങനെ എപ്പോഴും പാത്രം കഴുകാനൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കഴിച്ച ഓരോ പ്ലേറ്റ് മാത്രമേ കഴുകാനുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും കുറച്ച് പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ തന്നെ ഞാനിങ്ങനെ നമ്മുടെ തുടക്കണ വടി വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. പിന്നെ വേഗം ഉണങ്ങും. പിന്നെ ഇതാ തീ പിടിപ്പിച്ചു ചോറിന്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.